ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാൻറ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ അളവെടുക്കുക എന്നുള്ളതാണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പാൻറ്റിൽ നിന്നും ഒരു പാൻറ്റിൻ്റെ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ഒരളവ് പെയിൻറ്റ് തന്നാൽ അതിൽ നിന്ന് നമ്മളെങ്ങനെ അളവെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു നോർമൽ പാൻറ്റാണ്. ആദ്യം നമ്മൾ പെയിൻറ്റ് ഇതുപോലെ മടക്കിയെടുക്കുക. ചുരുക്കൊക്കെ ഉള്ളതാണെങ്കിൽ അയൺ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇടുക. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ അളവെടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവണം. ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് പാൻറ്റിന് അളവെടുക്കേണ്ടത് ലെങ്ത്ത്, അതുപോലെ തന്നെ പിന്നെ ക്രോച്ച് ലെങ്ത്ത്, വേസ്റ്റ്, സീറ്റ് റൗണ്ട്, ലെഗ് ഓപ്പണിങ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അളവെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ ടേപ്പ് എടുത്തിട്ട് ആദ്യം ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് അരൻ്റെ കറക്റ്റായിട്ട് നമ്മളിവിടെ വെക്കുക. ഇതുപോലെ ടേപ്പ് ചേർത്ത് പിടിക്കുക. അതിന് ശേഷം കറക്റ്റ് ലെങ്ത്ത് എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് 36 ഇഞ്ച്. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് ക്രോച്ച് ലെങ്ത്താണ്. ക്രോച്ച് ലെങ്ത്ത് കണക്കാക്കുമ്പോൾ ആദ്യം നമ്മളിതാ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നീർത്തി വെക്കണം. നീർത്തി വെച്ചിട്ട് നമ്മളിവിടെ ഒരു ഏകദേശം ഒരു ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ടാവണം. ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ നേരെ നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിങ്ങോട്ട് തെറിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും ക്രോച്ച് ലെങ്ത്ത് ഇങ്ങനെ എടുക്കരുത്. ചെരിച്ചിട്ട് നേരെ വേണം എടുക്കാൻ. അപ്പോൾ ആദ്യം ഇതിൻ്റെ നേരെ നമ്മളൊരു ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് ആ ലെങ്ത്തിലേക്ക് നമ്മൾ അളവെടുക്കുക. 12 ഇഞ്ച്. ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ച്. ഇങ്ങനെയാണ് ക്രോച്ച് പാൻറ്റിൽ നിന്ന് അളന്നെടുക്കുക. ക്രോച്ച് ലെങ്ത്ത് കേട്ടോ. പാൻറ്റിൽ നിന്ന് എടുക്കുന്ന രീതിയാണ് ഈ കാണിച്ചത്. നിങ്ങൾക്ക് ഞാൻ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ക്രോച്ച് ലെങ്ത്ത് എടുക്കേണ്ടത് എന്ന് ഞാൻ അളവെടുത്ത് വീഡിയോ ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് എങ്ങനെയാണ് അളവെടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. അതിനുശേഷം വേസ്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്. വേസ്റ്റ് എടുക്കുമ്പോൾ അര നീർത്തി വെക്കുക. ഇതിപ്പോൾ എലാസ്റ്റിക്കാണ് പകുതി. ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ്, അല്ല റെഡിമെയ്ഡ് പാൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എലാസ്റ്റിക്കും പിന്നെ ഇവിടെ കയറുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ എലാസ്റ്റിക്കുള്ള ഭാഗം വേസ്റ്റിൻ്റെ കറക്റ്റ് തുണി എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ എലാസ്റ്റിക്കുള്ള ഭാഗം ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം മെഷർമെൻ്റ് എടുക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. വിരലിട്ട് ഇതുപോലെ മാക്സിമം വലിച്ചെടുക്കുക. അപ്പോൾ കിട്ടുന്നത് 22 ഇഞ്ചാണ്. 22 ഇഞ്ച് എന്ന് പറയുമ്പോൾ പകുതിയാണെന്നുള്ളത് ഓർമ്മ വേണം. 22 ഇൻറ്റു 2 ഫുള്ള് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സീറ്റ് റൗണ്ട് നമ്മൾ നേരത്തെ മടക്കിയിട്ട പോലെ തന്നെ എടുക്കുകയാണ് കുറച്ചും കൂടി എളുപ്പം. നമ്മൾ ആ ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിച്ച സമയത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സീറ്റ് ലെങ്ത്ത് സീറ്റ് റൗണ്ട് കേട്ടോ, ലെങ്ത്ത് അല്ല. ഇങ്ങനെ നമ്മൾ നിർത്തിയിട്ടിട്ട് ക്രോച്ചിന് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ആ നേരെയുള്ള വരയില്ല, അതാണ് നമ്മൾ സീറ്റ് റൗണ്ട് വരുന്നത്. ഇവിടെ 14.5 ഇത് നമ്മൾ 4 മടക്കിയിട്ടെടുത്തുനിന്നാണ് ഈ അളവെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 14.5 ഇൻറ്റു 4 മൊത്തം വരുന്നത്. 14.5 ഇൻറ്റു 4 മൊത്തത്തിൽ വരുന്നത്. ഒരു സൈഡാണ് 14.5. പിന്നെ ഞാനിത് ഗുണിച്ച് എഴുതാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഇത് തന്നെയാണ് ഉപകരിക്കുക. നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ടാണല്ലോ കട്ട് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഈ അളവ് തന്നെയാണ് ഉപകരിക്കുക. അതുകൊണ്ടാണ് ഗുണിച്ചെഴുതാത്തത്. ഓക്കെ,
അതുപോലെ തന്നെ ലെഗ് ഓപ്പണിങ് താഴെ ഭാഗം എത്രയാണെന്ന് നോക്കാം. ഇതിലിപ്പോൾ വരുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ചാണ് ലെഗ് ഓപ്പണിങ് വരുന്നത്. അതും പകുതിയാണ്. 7.5 × 2 മൊത്തത്തിലുള്ള മെഷർമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ തുണിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇത്രയും എല്ലാവരും ചെയ്തിട്ട് ഇന്ന് തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തിടാൻ ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടായിരിക്കും അളന്നെടുക്കുന്ന വീഡിയോ. പക്ഷെ നിർബന്ധമായിട്ടും നിങ്ങൾ ഇതുപോലെ അളവെടുത്തിട്ട് നമ്മൾ പാൻറ്റിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഈ ക്രോച്ച് ലെങ്ത് നമുക്ക് കിട്ടും. ഈ രീതിയിൽ തന്നെ അളവെടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ഷെയർ ചെയ്യണം എല്ലാവരും. പിന്നെ നമുക്ക് ഇന്നൊരു 8 മണി സമയത്ത്, 8 മണി അല്ലെങ്കിൽ 8:30 എല്ലാവർക്കും എങ്ങനെയാണ് എന്തെങ്കിലും അസൗകര്യമുള്ളവർ അറിയിക്കുക. രാത്രി ഒരു 8:30 to 9 മണി വരെ ഒരു ലൈവ് ക്ലാസ് വെക്കുന്നുണ്ട്, ലൈവ് സെക്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കാനും അതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ മുന്നേ തന്നെ ആ 8:30ൻ്റെ മുന്നേ തന്നെ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് ഗ്രൂപ്പിൽ ഇടേണ്ടതുമാണ്. ഓക്കെ.